അത്രേ ഉള്ളല്ലേ? രണ്ടെണ്ണം കൊണ്ടുവന്നുണ്ടോ? ഇത് നമ്മൾ പൈസ പോലും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് മേടിച്ചതാണ്. നമ്മളിന്നുണ്ടല്ലോ നേരെ വന്നേക്കുന്നത് നമ്മുടെ കൊല്ലത്ത് നീണ്ടകരയിലാണ് കേട്ടോ. ഇവിടെ ഭയങ്കര റേറ്റ് കുറവാണ് ഇന്ന് മീൻ. കഴിഞ്ഞ ദിവസങ്ങളിൽ 15 രൂപയ്ക്ക് മത്തി കിട്ടുമെന്ന കിലോയ്ക്ക്. അത് എല്ലാം ഒന്ന് കയറി കാണാം. ഇതൊക്കെ കണ്ടോ, കൊഞ്ച്, നല്ല ഹെവി കൊഞ്ച്. ഇഷ്ടം കൊഞ്ച് ഇത് കിലോ വരുന്നത്. അത് 700 രൂപ കിലോയ്ക്ക്. 700 കിട്ടിയത്. എഴുതലാ. ഈ കൊഞ്ചിനൊക്കെ ഉണ്ടല്ലോ കിലോയ്ക്ക് 700 രൂപയ്ക്കാണ് കേട്ടോ കിട്ടുന്നത്. നോക്ക്, അതിന് ചെറുതുണ്ടോ? അതൊക്കെ എത്ര ചേച്ചി കിലോ? മൊത്തം 400 രൂപയോ? ഇത് എത്ര കാണും? നിങ്ങൾ തന്നെ നോക്കിട്ട് പറയാം കേട്ടോ. ഇതൊക്കെ ലാഭമാണോ അല്ലയോ എന്ന്. 1 കിലോയോ? 400 രൂപയ്ക്ക് തരാമെന്നൊക്കെയാണ് പറയുന്നത്. അതുപോലെ തന്നെ അവിടെ 3 ചൂര. ഈ 3 ചൂര 500 രൂപ. അമ്മേ, ഈ 3 ചൂര എത്ര രൂപ? 1 ചൂരയ്ക്കാണോ? 3 എണ്ണത്തിന് 500 രൂപയോ? ഈ 3 ചൂരയ്ക്ക് 500 രൂപ. പറയാം, ഇന്ന് ഇവിടെ ഒന്ന് കറങ്ങി നടന്നോട്ടെ. വരാം, നമുക്ക് വരും. ഹെവി ചൂരയാണ് കേട്ടോ. 3 എണ്ണം 500 രൂപ. കുറച്ചുകൂടി താക്കത്തൊക്കെ ഇല്ലേ? എന്ത് നോക്കുന്നേ? മേടിപ്പിക്കല്ലേ? താഴത്തില്ലേ? കുറച്ചുകൂടി താഴത്തില്ലേ? ആൾക്കാർക്ക് ഇതൊക്കെ കണ്ട് ഇഷ്ടം പോലെ വരും. 450 വരെ. നമ്മളൊന്ന് ആഞ്ഞു പിടിച്ചാൽ 400 കിട്ടും. ഈ ചേച്ചിമാർ എത്ര കൊടുക്കുമെന്ന് അറിയത്തില്ല കേട്ടോ. ചേച്ചി ഇത് എത്ര ചേച്ചി? ഇതിന് 1200 3 എണ്ണം. ഇതിനോ 1200. ഇതോ 600 രൂപയോ? 5 എണ്ണം വരുന്നുണ്ട് കേട്ടോ. അതല്ലേ 5 എണ്ണം വരാം. ഇവിടേക്ക് നമ്മളിങ്ങനെ തേടി നടന്ന ഒരുപാട് റേറ്റ് കാര്യങ്ങൾ വരും. ചേച്ചി ഇത് എത്ര രൂപ ചേച്ചി? 1000 രൂപയ്ക്കോ? അതോ 1500 രൂപ മീൻ അല്ലേ? വലിപ്പം കണ്ടി ചേച്ചി. ഒരെണ്ണം 4 കിലോ ഉണ്ടോ? 1000 രൂപയ്ക്ക് 3 എണ്ണം കൂടി 1000. അമ്മ ഇത് എന്ത് മീനാ അമ്മേ? നെയ്മീനോ? ഇതിനെത്രയാ വരുന്നേ? 3000 രൂപയുടെ മീനുണ്ട്. ഇത് 2500. 2500 ഒരെണ്ണോ? ഇത് എത്ര കിലോ കാണും? 6.5 കിലോ. 4.5 കിലോ 1500. ഇത് 1200. എങ്ങനെയുണ്ട്? പച്ചല്ലേ? ആണല്ലേ? ചുമല കളർ. ഇതെന്ത് മീനാ? ഇത് മറ്റേ തത്തമ്മയാണോ? മോതയാണോ ഇത്? 5 എണ്ണം 500. ഇതിന് എത്ര രൂപ ഈ മോതയ്ക്ക്? 1300 അല്ലേ? അമ്മ ഈ വലുതിന് എത്ര രൂപ നെയ്മീന്? 2500. അടിപൊളി. ഇവൻ എത്ര രൂപ വരും? 1400. എത്ര കിലോ ഉണ്ടത്? 10? ഉണ്ടല്ലേ? അതുപോലെ മത്തിയൊക്കെ കിലോ വരുന്നുണ്ട് കേട്ടോ. മത്തിയൊക്കെ ഇഷ്ടം പോലെ ഉണ്ട്. അതുപോലെ തന്നെ വാളയൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലേ? വാളയൊക്കെ ഹെവി വാള. മത്തിയൊക്കെ ഹെവി മത്തിയും കാര്യങ്ങളൊക്കെ ഏണ്ടി വെക്കുന്നു. കിലോ എത്ര ആയിട്ടാ വരുന്നത് മത്തിക്ക്? കിലോ എത്ര പോകുന്നത്? എത്രയാ? 39 കിലോ ആണ് കേട്ടോ. 1 കിലോയ്ക്ക് 39 രൂപയ്ക്കാണ് ഇന്ന് സെയിലാവുന്നത്. കണ്ടല്ലോ അവിടെ കിലോ അനുസരിച്ച് നേരം വിളിച്ച് ഒരു വണ്ടിയിൽ കൊണ്ടുവരുന്നു. ഇത് നമ്മളെടുത്ത മത്തിയാണ് കേട്ടോ. ഒരു കുഴപ്പമില്ല, മേടിച്ചോ. തിന്നുമ്പോ ഈ പ്രശ്നമില്ലല്ലോ. നമ്മളിവിടുന്ന് നമുക്കുള്ള മീൻ ഇവിടുന്നാണ് കിട്ടുന്നത്.
നമുക്കിത് എത്ര കിലോ ഉണ്ടെന്ന് നോക്കാവേ. 4 കിലോ മത്തിയാണ് നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയേക്കുന്നത്. ഇനി കിട്ടും ഫ്രഷ് മത്തി വാരി ഇടുന്നുണ്ടോ. ഇതൊന്നും ഐസ് ഇടാത്ത മീനാട്ടോ, ഈ കരിഞ്ചാള മത്തി. ഇതൊന്നും ഐസ് പോലും ഇടാത്ത സാധനങ്ങളാണ്, ഫ്രഷ് സാധനം. ഇത് നമുക്കുള്ള മീന് നമ്മൾ ഇവിടുന്ന് ചേട്ടന്മാരുടെ നിന്ന് മേടിക്കുക കേട്ടോ. കുറച്ച് മത്തി മേടിക്കുക. ചേട്ടൻ്റെ ഫ്രീ ആയിട്ട് എടുത്താൽ മതിയോ? അല്ല, നമുക്ക് കുറച്ച് മീന് ഇവിടുന്ന് നമ്മൾ മേടിക്കുന്നു. ഇപ്പൊ നോക്കാം എത്ര കിലോ ഉണ്ടത്. ഇത് പക്ഷേ എപ്പോഴും ഇങ്ങനെ കിട്ടണമെന്നില്ല കേട്ടോ. നമുക്ക് ഒരുപാട് ചാകരമുള്ള സമയത്ത് നമ്മളിങ്ങനെ വന്ന് ചോദിച്ചാൽ നമുക്ക് ഫ്രീ ആയിട്ട് കുറച്ചൊക്കെ എടുത്ത് തരും. 2 എണ്ണം കൊണ്ടുവന്നുണ്ടോ. ഇത് നമ്മൾ പൈസ പോലും കൊടുക്കാണ്ട് ഫ്രീ ആയിട്ട് മേടിച്ചതാണ്. എത്ര രൂപയ്ക്ക് മേടിച്ച്? എത്ര രൂപയ്ക്ക് മേടിച്ചു? 350 രൂപയ്ക്ക്. എത്ര എണ്ണം ഉണ്ട്? ചൂര 300. ആ മുമ്പേ പറഞ്ഞ അമ്മയാണോ 400 രൂപ തരാന്ന് പറഞ്ഞേ? കണ്ടോ, നമ്മൾ പേശിയ ഇത് ഇനിയും കിട്ടും. 350 രൂപയ്ക്ക് കിട്ടി. ഓക്കെ, ഇത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കാം. അവിടെ മെഷീൻ ഇല്ലല്ലോ, ഇവിടെ തൂക്കുന്ന മെഷീൻ ഉണ്ടല്ലോ. ഇത് എത്ര കിലോ ഉണ്ടെന്ന് നമുക്ക് നോക്കാവേ. 6.5 കിലോയ്ക്ക് അടുത്ത് 350 രൂപ. 3 ചൂര, അല്ലെ ഹെവി ചൂര. വേണ്ട, വാള മേടിക്കാൻ നിൽക്കുവാന്ന് തോന്നുന്നു കേട്ടോ. 1 കിലോ വാളയ്ക്ക് 250 രൂപ. ഇതിനാണ് സെയിൽ. ഇതൊക്കെ നമ്മൾ വീട്ടിൽ മേടിക്കാൻ പോകുമ്പോഴത്തേക്ക് എത്ര രൂപയ്ക്കാണ് മേടിക്കാൻ നിങ്ങൾ ആലോചിച്ച് ചോദിക്കും. 1 കിലോ. എന്നാലും 500 രൂപ പറഞ്ഞ സാധനം 350 തന്നില്ലേ? ഇത് എത്ര കിലോ ഉണ്ട് ചേച്ചി? ഇത് കണ്ടില്ലേ, ഇവിടെ ഫുള്ള് കച്ചവടം കാര്യങ്ങളാണ്. ഇവിടെയൊക്കെ വന്നു കഴിഞ്ഞാണ്ടല്ലോ നിങ്ങൾക്ക് ഒരുപാട് മീനുകൾ വില പേശി മേടിക്കാൻ പറ്റും കേട്ടോ. സത്യം പറഞ്ഞാൽ നമ്മുടെ നാട്ടിലൊക്കെ ഇവിടുന്ന് മേടിക്കാനാണ് ലാഭം. സത്യം പറഞ്ഞാൽ ഈ വള്ളക്കാർക്കും വലിയ ലാഭവും കാര്യങ്ങളും ഒന്നുമില്ല. ഇത് മേടിച്ച് നമ്മുടെ നാട്ടിൽ കൊണ്ടു തരത്തില്ലേ, അവർക്കാണ് ഒരുപാട് ലാഭം വരുന്നത്. മനസ്സിലാക്കിയേക്കും. പിന്നെ അവർ പറയും ഞങ്ങൾ വണ്ടിയിൽ പോയി എടുക്കുന്നതല്ലേ, അത്രയും ചിലവൊന്നും വരത്തില്ല. ഇത് എല്ലാവരുടെ ജീവിതമാർഗമാണ്. നമുക്ക് വാളയൊക്കെ ഭയങ്കര റേറ്റ് കുറവായിരുന്നു. അമ്മ ഈ ഞണ്ടൊക്കെ എത്ര രൂപ അമ്മേ? 150 രൂപയോ? ഇത്ര എടുക്കുവാണെങ്കിൽ 250 രൂപ. ഇതുണ്ടല്ലേ, ഇവിടേക്ക് ഓരോരുത്തർ ഇങ്ങനെ മീനും കാര്യങ്ങളും എടുത്തുകൊണ്ട് ഈ അമ്മ തന്നെ ഇങ്ങനെ ബക്കറ്റ് വെച്ചതല്ലേ മീൻ കിട്ടും. ഈ അമ്മയ്ക്ക് നമ്മൾ മേടിച്ച പോലെ ഈ അമ്മയ്ക്കും മീൻ കിട്ടും. ഇവരിവിടെ കൊണ്ടുവന്ന് കച്ചവടം നടത്തും. പൊടിമീൻ 50 രൂപയോ? 50 രൂപ പൊടിമീൻ. 50 രൂപ. പൊടിമീൻ മണങ്ങളെല്ലാം കൂടെ 50 മീൻ പഠിച്ച. ഇതെന്ത് മീനാ? സീഡിയോ? 150 രണ്ടും കൂടി. ഇത്ര എണ്ണത്തിന് 50 രൂപയോ? കൊഞ്ച് ഇതെല്ലാം കൂടി 120 രൂപ. ഇത് മാന്തലാട്ടോ, പിന്നെ 50 രൂപ ഉള്ളൂ. ഈ ചൂര 500 അല്ല കേട്ടോ വലുത്. കേര അല്ലേ? വലുത് നമ്മൾ 500 രൂപയ്ക്ക് മേടിച്ചു. 500 രൂപയ്ക്ക് സാധനം മേടിച്ചിരിക്കുകയാണ്. കൊണ്ടുപോകുന്നുണ്ടോ? 450 രൂപയുടെ സാധനം. അപ്പോൾ ഒരു പരുന്തല്ലേ ഇപ്പം അടിക്കൂടി പോയത്.
അങ്ങനെ 450 രൂപയ്ക്ക് ആ കൊഞ്ച് വാങ്ങി. അവർ 500 പറഞ്ഞു, നമ്മൾ 450 തരാമെന്ന് പറഞ്ഞു. അങ്ങനെ 450 കൊഞ്ച് മുഴുവൻ അമ്മ വാങ്ങിയിട്ടുണ്ട്. എന്തായി, മേടിച്ചോ? 550? വീണ്ടും തന്നോ? ആണോ? അടുത്ത പ്രാവശ്യം എല്ലാരും ഇവിടെ വരും ഈ അമ്മയുടെ വന്ന് മീൻ മേടിക്കണം കേട്ടോ. പിന്നെ അല്ല, ഇതൊക്കെ റെക്കോർഡാ. 2 കൂടി ഇട്. യൂട്യൂബിൽ ഇടത്തില്ല, ഫേസ്ബുക്കിൽ ഇടതേ ഉള്ളൂ. ഐഡിയ ഞാൻ പറഞ്ഞുതരാം. ഈ പാത്രം ഇങ്ങനെ പൊങ്ങി ഇരിപ്പുണ്ട്. ഇത് മണ്ടക്ക് ഇത് നമ്മള് വെക്കുമ്പോ ഈ സാധനം ഇങ്ങനെ പൊങ്ങിയിരിക്കുമ്പോ കുറച്ച് ഇച്ചിരി ഹൈറ്റ് ഒക്കെ തോന്നും അല്ലേ? ബിസിനസ് തന്ത്രം. അത് മേടിക്കാൻ വണ്ടി അത്രേ ഉള്ളല്ലേ? ഒരു കുന്ന് മീനുകളാണ് നമ്മളിവിടെ വന്നത്. നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചേക്കുന്നത്. ഈ ചൂര ഇത് എത്ര രൂപ? 350. ഇത് എത്രയായിരുന്നു? 450. കൊഞ്ച് 550. ബാക്കി ഇതിനകത്ത് ഇരിക്കുന്ന എല്ലാം ഫ്രീ കിട്ടിയതാണ് ഞങ്ങൾക്ക്. ലെഗൻഡ്, യു ആർ ഗ്രേറ്റ്. യു ആർ ഗ്രേറ്റ്. നമുക്ക് ഒരാഴ്ചത്തേക്കുള്ള മത്തിയുണ്ട്. ഒരാഴ്ചയല്ല, അതിന് മണ്ടയ്ക്കുണ്ട്. വറക്കാന്, പൊരിക്കാന്, പിന്നെന്താ പറ്റിക്കാന്, കറി, എല്ലാത്തിനും ഉള്ള സാധനം ഇതിനകത്തുണ്ട്.